തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റി എഴുതുകയാണ് വിജയ്. 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി ടി വി കെ തമിഴ്നാട്ടിലൊരു വലിയ പ്രകമ്പനം സൃഷ്ടിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള സർവേകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, DMK ആണ് ഏറ്റവും വലിയ എതിരാളി. വിജയുടെ ഒരു വ്യക്തിപ്രഭാവം 35% വരുന്ന വോട്ട് ഷെയർ ടി വി കെക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നുണ്ട്. നമ്മൾ DMKയും ഈ വിജയുടെ പാർട്ടിയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പം അടിസ്ഥാനപരമായിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് DMK മുമ്പോട്ട് വയ്ക്കുന്ന, പെരിയാർ മുമ്പോട്ട് വെച്ച നിരീശ്വരവാദ സിദ്ധാന്തമല്ല വിജയുടെ രാഷ്ട്രീയം. അത് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാൽ അത് വലിയ ഭൂകമ്പം, വലിയ പ്രകമ്പനം സൃഷ്ടിക്കില്ലേ? തമിഴ്നാട്ടിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അത് വലിയ ശ്രദ്ധാകേന്ദ്രമാകില്ലേ? എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? 1967 ശേഷം തമിഴ്നാട് വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് തമിഴ്നാട് വേദിയാകും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ ഭൂകമ്പം സംഭവിക്കും എന്നുള്ള പ്രവചനങ്ങളാണ് ഇന്ന് എക്സിറ്റ് പോള് സർവേ നടത്തിയ ചിലരെങ്കിലും നടത്തിയിരിക്കുന്നത്. അതിൽ പ്രമുഖരാണ് ആക്സിസ് മൈ ഇന്ത്യ. 1967 1947 മുതൽ 67 വരെ നീണ്ടുനിന്ന കോൺഗ്രസിന്റെ ഭരണം തമിഴ്നാട്ടിൽ അവസാനിക്കുന്നത്. അന്ന് ഭക്തവത്സലമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി. ആ ഭരണം അവിടെ അവസാനിക്കുന്നതോടുകൂടി തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗം പിറന്നു. അതാണ് ദ്രാവിഡ രാഷ്ട്രീയം. ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റം 1967 ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ചുമലിലേറിയായിരുന്നു. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം തമിഴ്നാട്ടിലെങ്ങും കൊടുമ്പിരിക്കുന്നു. ഹിന്ദി ബോർഡുകളൊക്കെ കരിയോയിലൊഴിച്ച് മായ്ക്കപ്പെട്ടു. വടക്കേ ഇന്ത്യക്കാർ ചിലരൊക്കെ ആക്രമിക്കപ്പെട്ടു. ഹിന്ദി എഴുതിയ ബോർഡുകളും അതുപോലെ ഹിന്ദിയിൽ എഴുതിയ പുസ്തകങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു. അതൊരു അഗ്നിയായി തമിഴിന്റെ മനസ്സിൽ ആളിപ്പടർന്നു. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തെ തന്നെ അത് കീഴ്മേൽ മറിച്ചു. കോൺഗ്രസ് പോലുള്ളൊരു മഹാപ്രസ്ഥാനം, നിങ്ങൾ ആലോചിക്കേണ്ടത്, കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ AICC പ്രസിഡന്റ് കാമരാജ് നാടാറുടെ നാടാണ് തമിഴ്നാട്. കേരളത്തിൽ നിന്നും ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഞാൻ ആദ്യകാലത്തുണ്ട സർ സി ശങ്കരൻ നായർ ഉണ്ടായിരുന്നു. അത് മറന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ ആ ഒരു 1940-കളിലൊക്കെ ശേഷം ഒന്നും ആരും അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കാമരാജ് നാടാർ. തമിഴ്നാട്ടിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരായി ഉയർന്ന പ്രഗത്ഭമതികളുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടും. C രാജഗോപാലാചാരി കോൺഗ്രസിന്റെ വലിയ അഖിലേന്ത്യാ തലത്തിൽ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു തമിഴ്നാട്. അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ പിന്നീട് കോൺഗ്രസിന് ഒരിക്കലും പച്ചതൊടാനായിട്ടില്ല. 1967 ഭരണത്തിലേറിയ അണ്ണാദുരൈയുടെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ പാർട്ടികൾ പിന്നീട് പിളർന്ന് DMKയും AIADMKയും ആയെങ്കിലും കോൺഗ്രസിന് അവർക്കൊരു വെല്ലുവിളിയാകാൻ പിന്നീട് പറ്റിയിട്ടില്ല. പിന്നീട് MGRന്റെ കാലഘട്ടമായിരുന്നു. AIADMKയുടെ തമിഴ്നാടിന്റെ മുടിചൂടാമന്നനായി വളർന്നു വന്ന ആ MGRന്റെ കാലഘട്ടമായിരുന്നു. പിന്നെ കരുണാനിധി ഒരിക്കൽ മുഖ്യമന്ത്രിയായി പിന്നീട് MGRന്റെ ജനപ്രിയതയ്ക്ക് മുമ്പിൽ, MGRന്റെ ഒരു സ്വീകാര്യതയ്ക്ക് മുമ്പിൽ കരുണാനിധിയെ സംബന്ധിച്ചിടത്തോളം കരുണാനിധി ഒന്നുമല്ലാതായി, നിഷ്പ്രഭമായി പോയി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിർപ്പ്. MGR തമിഴ്നാടിന്റെ ശക്തനായ മുഖ്യമന്ത്രിയായിട്ട് വർഷങ്ങളോളം, മരണം വരെയും അങ്ങനെ തുടർന്നു. അതിനുശേഷമാണ് പിന്നീട് കരുണാനിധിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ പറ്റിയത്. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, രണ്ടുപേരും പ്രതിനിധാനം ചെയ്തത് ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതായത് ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത, അതിൻ്റെ ഊന്നൽ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ഹിന്ദി വിരുദ്ധത, മറ്റൊന്ന് നിരീശ്വരവാദം. അത് തന്തൈ പെരിയോർ എന്ന EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു.
അതിന് പിന്നീട് അദ്ദേഹത്തെ എതിർക്കുന്നവർ മറ്റു പലതും പറയുന്നുണ്ട്. കാശി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിലൊരു സ്വീകരണം അവിടെ കിട്ടിയില്ല. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ദേഷ്യമാണ് വടക്കേന്ത്യക്കാർക്കെതിരായിട്ടുള്ള ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമായിട്ട് വന്നത്. പിന്നീട് അത് ദൈവവിരുദ്ധമായ പ്രക്ഷോഭമായിട്ട് മാറി. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കെതിരെയുള്ള പ്രക്ഷോഭമായിട്ട് മാറി. അടിസ്ഥാനപരമായിട്ട് ഈ മൂല്യങ്ങളായിരുന്നു തമിഴ് രാഷ്ട്രീയത്തെ നയിച്ചിരുന്നു. അത് MGR ഇതിന്റെ ഒരു സർവാത്മന സ്വീകരിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾ തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും പരസ്യമാക്കിയിരുന്നില്ല. പരസ്യമാക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നു. അപ്പോഴാണ് വിജയിയുടെ രംഗപ്രവേശം. ഈ TVK എന്ന തമിഴക വെട്രി കഴകം അതിന്റെ ഒരു അടിസ്ഥാന മൂല്യങ്ങൾ ഹിന്ദി വിരുദ്ധതയിൽ വളരെ കൃത്യമായ അഭിപ്രായം വിജയ് പറഞ്ഞിട്ടുണ്ട്. അത് നഴ്സറി പിള്ളേർ തമ്മിലുള്ള വഴക്ക് പോലാണ് ഈ DMK-യുടെയും BJP-യുടെയും ഹിന്ദി വിരുദ്ധ സമീപനങ്ങളെ വിജയ് സ്വീകരിക്കുന്നത്. വിജയ് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങനെയാണ്. അതായത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ രീതിയിലൊന്നും ഒരു ഭാഷയെ ചൊല്ലി വഴക്കേണ്ട കാര്യമില്ല എന്നുള്ള വളരെ പുരോഗമനപരമായ നിലപാട് വളരെ ധൈര്യത്തോടു കൂടി പറയാൻ വിജയ്ക്കല്ലാതെ മറ്റാർക്കെങ്കിലും തമിഴ് രാഷ്ട്രീയത്തിൽ കഴിയുമോ എന്നുള്ളത്, അല്ല, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിവേരിളക്കുന്ന നയങ്ങളാണ് വിജയുടെ പാർട്ടിയുടേത്. അടുത്തത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു ആത്മീയതയിലൂന്നിയ സെക്യുലറിസം, അതായത് ആത്മീയതയിലൂന്നിയ മതനിരപേക്ഷതയാണ് തമിഴക വെട്രി കഴകത്തിന്റെ സമീപനം. തീർച്ചയായിട്ടും ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ഘടക വിരുദ്ധമായ സമീപനമാണ്. ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഒരു രാഷ്ട്രീയ നേതാവിന് തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ നേതാവിന് തമിഴ് ഹൃദയങ്ങളെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ട വീര്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത്, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രമാത്രമുണ്ട് എന്നുള്ളത്, അതൊക്കെ വളരെ കൃത്യമാണ്. അതായത് എങ്ങും തൊടാതെ വേണ്ടായെന്നോ വേണമെന്നോ പറയാതെ വേണ്ടണമെന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ഉള്ള അഴകൊമ്പൻ നയങ്ങളല്ല വിജയ്ക്ക്. വിജയുടേതായ നയങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായാലും ഞാൻ അതിശയിക്കുന്നില്ല. 2 സർവേകൾ മാത്രമേ TVK ഭരണത്തിലേക്ക് എത്തപ്പെടാൻ പറ്റും എന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ ആണെങ്കിലും ശരി, TVK തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയാണ്. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ആദർശങ്ങൾക്കേറ്റ കനത്ത അടിയാണ്. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ അടിവേരിളക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ച ചെയ്യാതിരുന്നത്? ഞാൻ അതിശയിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എന്താണ് what is the approach of TVK towards atheism, അല്ലെങ്കിൽ what is വിജയ്സ് പോളിസി റിഗാർഡിങ് ഹിന്ദി, ഇങ്ങനൊക്കെ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ വളരെ ലളിതമായിട്ട് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ കിട്ടും. അതുപോലും തയ്യാറാവുക എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാറുന്നത് എന്നുള്ളതാണ് എൻ്റെ അതിശയം. ചോദിച്ചോളൂ. ഇതിലിപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ചിലവരുടെ പല അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. അതിൽ പറയുന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് വിജയ് BJP-യുടെ ഏജന്റാണ്, അതുകൊണ്ടാണ് വിജയിയെ വലയിലാക്കാൻ BJP പോലും ഒരു ഘട്ടത്തിൽ ശ്രമം നടത്തിയത് എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ആയിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏജന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BJP-ക്ക് വിജയോട് താല്പര്യമുണ്ടാവാം. കാരണം ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ അടിവേരിളക്കുന്ന വ്യക്തിയാണ് വിജയ്. ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ആദർശങ്ങളെ, അതായത് തന്തൈ പെരിയോറും അണ്ണാദുരയും കരുണാനിധിയും ഒക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന നിരീശ്വരവാദത്തിനെ, അതിന്റെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടാൻ ധൈര്യമുള്ള, കാരണം ഇവരൊക്കെ ഈ നിരീശ്വരവാദം പറയുമ്പോഴും ഇവരുടെയൊക്കെ ഭാര്യമാര് പൊണ്ടാട്ടിമാര് പോയിട്ട് അമ്പലത്തിൽ പോയി പൂജ നടത്തുകയും ഇവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തുകയും ചെയ്യുന്ന അത്തരം രാഷ്ട്രീയ പൊള്ളത്തരങ്ങൾ അത് തുറന്നു കാണിക്കുന്ന വ്യക്തിയാണല്ലോ വിജയ്. സ്വാഭാവികമായിട്ടും BJP-ക്ക് അങ്ങനെയുള്ള വിജയിയുടെ നയങ്ങളോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്തില് എനിക്ക് അത്ഭുതവും തോന്നുന്നില്ല. ഒരുപക്ഷെ അതിനുള്ള സാധ്യത തന്നെ ഞാൻ കാണുന്നുണ്ട്. കാരണം വിജയിയെ പോലുള്ള ഒരു ആകാശം തമിഴ് രാഷ്ട്രീയം ഇളക്കി മറിക്കുന്നതായിരിക്കും BJP-ക്ക് ഒരുപക്ഷെ താല്പര്യം. പക്ഷെ എൻ്റെ ഒരു അതിശയം അതല്ല. കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ, ഇവരാരും തന്നെ ഇത്തരം വസ്തുക്കളെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിലെ അങ്ങനെ നിസ്സാരനായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന വ്യക്തിയല്ല വിജയ്. വിജയ് അവിടെ വലിയ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ പെടാതിരുന്നത്? അതോ ഇവർ ബോധപൂർവം ഇതിന് നേരെ കണ്ണടച്ചാണോ? അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാണോ? ഇവരുടെ ഉള്ളിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾക്ക് എതിരാണോ വിജയ്
പിന്തുടരുന്ന രാഷ്ട്രീയ ലൈൻ? ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. തമിഴ്നാട്ടിൽ അടുത്ത രാഷ്ട്രീയ ഭൂകമ്പം വരികയാണ്, അടുത്ത രാഷ്ട്രീയ സുനാമി വരികയാണ്. കെട്ടിപ്പൊക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഈ സുനാമിയിൽ തകർന്ന് തരിപ്പണമാകും അങ്ങനെ സംഭവിച്ചാൽ. തമിഴ് രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തമിഴ്നാട്ടിലെ ഏതാണ്ട് 30% വോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നേടുകയാണെങ്കിൽ അവർക്ക് തമിഴ്നാട്ടിൽ ഭരണം മറ്റ് സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി ഭരണം പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ വിജയുടെ പാർട്ടിക്ക് 35% നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണത്തിലേറാനുള്ള പിന്നെ ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. ഇവിടെ AIADMK എന്നുള്ള ഒരു പ്രസ്ഥാനം അതിന്റെ മുഖം നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എടപ്പാടി രാമസ്വാമി അങ്ങനെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു നേതാവല്ല. എടപ്പാടി പളനിസ്വാമി അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒരു ജയലളിതയാവാൻ അദ്ദേഹത്തിന് പറ്റില്ല, MGR ആവാൻ ഒട്ടും പറ്റില്ല. ഇവിടെ സ്റ്റാലിൻ എന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ തമിഴ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. അയാൾക്ക് സമശീർഷനായ ഒരു വ്യക്തി ഇന്നില്ല. BJPയുടെ നേതാവായ അണ്ണാമല തമിഴ്നാട്ടിൽ വലിയ ഒരു പിന്നെ സ്റ്റാലിനെതിരായിട്ടുള്ള ഒരു വലിയ നേതാവായിട്ട് ഉയർന്നു വരികയായിരുന്നു. എന്താണ് കാരണം എന്നറിയാൻ വയ്യ. BJP നേതൃത്വം ഒറ്റയടിക്ക് അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതനാക്കി. അതിന്റെ കാരണം എനിക്ക് ഇന്നും പിടികിട്ടുന്നില്ല. ഒരുപക്ഷെ ഇത്തരം സമസ്യകൾ പൂരിപ്പിച്ചാൽ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തൽക്കാലം അണ്ണാമലയെ BJP പിൻവലിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. അങ്ങനെ അതിനുള്ള സാധ്യത ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് തന്ത്രങ്ങളും പയറ്റേണ്ടി വരും. കാരണം ഒറ്റയടിക്ക് BJPക്ക് അധികാരത്തിൽ വരാതെ അവിടെ അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ വിജയ്ക്കെതിരായിട്ട് അണ്ണാമലയെ രംഗപ്രവേശനം ചെയ്യിക്കാം. ഒരുപക്ഷെ നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ പൊളിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി വിജയ് ആണെന്ന് ഒരുപക്ഷെ BJPക്ക് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ജോസഫ് വിജയ് എന്ന വ്യക്തി സ്വാഭാവികമായിട്ടും അയാളെ എതിർക്കാനായിട്ടും അയാളെ മതം പറഞ്ഞ് എതിർക്കാനുള്ള ധൈര്യം സ്റ്റാലിനില്ല, DMKക്കും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്നിട്ട് അവിടുത്തെ രാഷ്ട്രീയത്തെ തലകീഴായിട്ട് മറിക്കുന്നതായിരിക്കാം BJPക്ക് ഇഷ്ടം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വിജയ് എന്ന നേതാവിന്റെ പ്രത്യേകത നോക്കുക. അദ്ദേഹം ഇനി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാ 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് അതിശക്തമായ അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. DMK പിന്തുടരുന്ന കുടുംബരാഷ്ട്രീയം ആ കുടുംബരാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിയുടെ പിന്നെ ഒരു അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളുടെ ബലത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് എതിർക്കുന്ന കുടുംബ വാഴ്ചയെ എതിർക്കുന്ന അഴിമതിയെ എതിർക്കുന്ന അവരുടെ മുദ്രാവാക്യം പറയുമ്പോൾ പിറപ്പോക്കും എല്ലാ ഉയിരിക്കും എന്ന, അതായത് ഓൾ ആർ ഈക്വൽ ബൈ ബർത്ത് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി ചരിത്രം ആവർത്തിക്കും എന്ന മുന്നറിയിപ്പ് കൊടുത്ത് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച്, അതുപോലെ തന്നെ അത് പറയുമ്പോൾ വിജയുടെ ഭാര്യ വിജയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു, പക്ഷെ എങ്കിലും സ്ത്രീ ക്ഷേമം എന്നുള്ള അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം തമിഴ് ജനത വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിൽ മറ്റൊരു വിഷയവും അദ്ദേഹം പിന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതായത് ഡ്രഗ്സിനെതിരായിട്ടുള്ള, മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ തമിഴ് യുവത്വം നെഞ്ചിലേറ്റിയിരിക്കുന്നുവെന്നാണ് ഈ സർവേകളൊക്കെ പറയുന്നത്. അതായത് തമിഴ്നാട്ടിലെ 40 വയസ്സിന് താഴെയുള്ള ഒരുപക്ഷെ ഒരു 65 തൊട്ട് 70% വരെയുള്ള ആൾക്കാരും വിജയിക്കാണ് ബഹുഭൂരിപക്ഷം പേരും പിന്തുണ കൊടുക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ദുർബല വിഭാഗങ്ങളും സ്ത്രീകളുടെയും ഒക്കെ പിന്തുണ വളരെയധികം വിജയ് നേടിയെടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. സ്റ്റാലിനെ പോലുള്ളവരുടെ നഗ്നമായ രാഷ്ട്രീയ പിന്നെ അഴിമതിയും അതുപോലെ തന്നെ പ്രീണനത്തിന്റെ രാഷ്ട്രീയവും ഒന്നും ഇനി തമിഴ്നാട്ടിൽ ചെലവാകില്ലെങ്കിൽ, അവിടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യയും ഒടുവിൽ അത് ഇന്ത്യയെ തന്നെ സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വരും. മറ്റൊരു കേജ്രിവാൾ ആകുമോ വിജയ് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ആവേശമൊക്കെ ഭരണത്തിൽ കയറിയാൽ, ഏതെങ്കിലും കാരണവശാൽ ഭരണം പിടിച്ചെടുക്കാൻ പറ്റിയാൽ, ആ ഭരണത്തിൽ കയറിയാൽ അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. എന്തൊക്കെ ആയാലും ശരി, ദ്രാവിഡ പ്രസ്ഥാനത്തെ നേർക്കുനേരെ നിന്ന് ചങ്കൂറ്റത്തോടെ എതിർക്കാനുള്ള ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ ഇതൊക്കെ പൊള്ളയാണെന്നും ഈ വിഗ്രഹങ്ങളുടെ കാലുകളൊക്കെ തന്നെ കളിമണ്ണ് കൊണ്ടുള്ള കാലുകളാണെന്നും
പിന്നെ തെളിയിച്ച അല്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം കാണിച്ച രാഷ്ട്രീയ നേതാവായിട്ട് വിജയ് മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഇലക്ഷന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞൊക്കെ ശരിയാവുമോ അതോ വീണ്ടും DMKയുടെ ഭരണം തന്നെ ആയിരിക്കുമോ തമിഴ്നാട്ടിൽ, നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ വിവരങ്ങളുമായി എല്ലാവരെയും നമുക്ക് വീണ്ടും സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം.